ആക്ടർമാര് ആക്ച്വലി ചേഞ്ച് വരുത്തേണ്ടത് ഇതങ്ങനെ എങ്ങനെ ചേഞ്ച് വരുത്തുന്നത്? ഇപ്പൊ ഒരു ക്യാരക്ടറിലേക്ക് പോകുമ്പോൾ അതെങ്ങനെയാണ് ചേഞ്ച് വരുത്തുന്നത്, അയാൾ എന്തൊക്കെ കാര്യങ്ങൾ അയാളുടെ സ്വയം ഇത് മാറ്റണം, അല്ലെ എന്തൊക്കെ കാര്യങ്ങൾ അതിനു വേണ്ടി വർക്ക് ചെയ്യണം, അതിനെ പറ്റിയിട്ട് പറയാൻ സാധിക്കും. അല്ല നീ ഇപ്പൊ ചോദ്യം ചോദിച്ചേക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഒരു നോർമൽ ഒരു വ്യക്തി ആ പുള്ളിക്ക് ആക്ടിങ്ങിനോട് താല്പര്യമുണ്ട്. അപ്പൊ അയാൾക്ക് ആക്ട് ചെയ്യാൻ, അതായത് ഒരു ക്യാരക്ടറായി മാറാൻ വേണ്ടിട്ട് എന്തൊക്കെ പ്രിപ്പറേഷൻസ് വേണം. ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് കഥാപാത്രം എന്ന് പഠിക്കണം. എന്താണ് കഥാപാത്രം? അവനവന്റെ നോളജ്, നമ്മുടെ നോളജ് ആണ്. ഇപ്പൊ എന്റെ നോളജ് ആണ് എന്റെ ക്യാരക്ടർ, അല്ലെ? ഇപ്പൊ എനിക്കറിയാം ഇത് അച്ഛനാണ്, ഇത് അമ്മയാണ്, ഇവരെന്നെ വളർത്തിയവരാണ്. അപ്പൊ ഇവരെടുക്കാൻ ഞാൻ ബഹുമാനത്തോടു കൂടി പെരുമാറാകാവുള്ളൂ. അതുപോലെ അപ്പൊ അവനുമായിട്ട് ഞാൻ ഭയങ്കര കണക്റ്റഡ് ആണ്. അപ്പൊ അവനെടുക്കൽ ഞാൻ എങ്ങനെ സംസാരിക്കണം, ഇതെല്ലാം എന്റെ നോളജ് വെച്ചിട്ടാണ് ഞാനെന്ന് പറയുന്ന ആൾ വരുന്നത്. പിന്നെ ഞാൻ പഠിച്ചതും അതുപോലെ ഞാൻ വായിച്ചതും ഞാൻ മറ്റുള്ള സുഹൃത്തുക്കളുമായിട്ട് ഡിസ്കസ് ചെയ്തതും എന്റെ ചിന്തയിൽ തോന്നുന്നതുമായിട്ടുള്ള അറിവുകളുടെ ശേഖരണവും അതിന്റെ റിസൾട്ടുമാണ് ഞാൻ സംസാരിക്കുന്നത്. ഞാനെന്ന് പറയുന്ന ക്യാരക്ടർ നന്ദഗോപാൽ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നീ ഒരു സുധി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ, അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പം ഒരു എന്താ പറയാ ഒരു സേതു ഒരു ക്യാരക്ടർ. ഞാൻ ഒരു ഉദാഹരണമായിട്ട് ഇപ്പൊ സിനിമയിൽ തന്നെ എടുത്തിട്ട് പറയാം. നമ്മളുടെ കിരീടം എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് സേതുമാധവൻ അതല്ലേ ക്യാരക്ടർ. അപ്പൊ ആ സേതുമാധവൻ എന്ന് പറയുന്ന കഥാപാത്രത്തിനെ എടുക്കുന്ന സമയത്ത് മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തി എങ്ങനെയാണ് നമുക്കെല്ലാം അറിയാം. അത് ഭയങ്കര ചിരിച്ച് കളിച്ച് സംസാരിക്കുകയും എല്ലാത്തിനെയും പോസിറ്റീവായിട്ട് കാണുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ലാലേട്ടൻ എന്ന് പറയുന്നത്. ആ ലാലേട്ടന്റെ ക്യാരക്ടറിൽ നിന്നും, അതായത് ലാലേട്ടന് പൈസയുണ്ട്, ഭക്ഷണം കഴിക്കാൻ കാശുണ്ട്, ആൾക്ക് പ്രത്യേകിച്ച് ജോലിയുടെ ആവശ്യമില്ല, അതൊക്കെ ലാലേട്ടന്റെ ആവശ്യമാണ്. പക്ഷെ സേതുമാധവൻ എന്ന് പറയുന്നത് ഒരു പോലീസ് കോൺസ്റ്റബിളിന്റെ മകനാണ്. ആ മകൻ പഠിച്ചു വന്ന കാലഘട്ടവും അയാളുടെ സൗഹൃദം, സുഹൃത്തുക്കള്, അപ്പൊ ആ സമയത്തൊക്കെ പുള്ളി നീ ശ്രദ്ധിച്ചാലറിയാം, ശ്രീനാഥ് എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു ആർട്ടിസ്റ്റ്, ആ ആർട്ടിസ്റ്റ് ആയിട്ട് ഇയാൾ സംസാരിക്കുമ്പോൾ ആ സൗഹൃദത്തിന്റെ അകത്ത് നമ്മളിങ്ങനെ ഒച്ചപ്പാടും വേളും പോലത്തെ അല്ല, അവരുടെ ആ പഴയ ആ ഒരു തന്മയത്വത്തോടുകൂടി സമാധാനകരമായിട്ടുള്ള രീതിയിലും ഭയങ്കര സ്നേഹകരമായ രീതിയിലും ഒക്കെ ഉള്ള സംഭാഷണമാണ് മോഹൻലാൽ അതിനകത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ പുള്ളിക്ക് മൊത്തത്തിലൊരു ബഹുമാനവും ആ സിനിമയിൽ എല്ലാവരോടും, അല്ലേ? അതിന്റെ കാരണം എന്താ? അയാളുടെ അമ്മേനെ കാണിക്കുന്നുണ്ട്, അയാളുടെ പെങ്ങളെ കാണിക്കുന്നുണ്ട്. അവരുടെ വീട് ഒരു സാധാരണ ഒരു ചെറിയ വീടാണ്. ഇയാൾ വലിയ പ്രശ്നങ്ങൾക്കൊന്നും പോകാത്തതോ അല്ലെങ്കിൽ ബഹളങ്ങൾ ഉണ്ടാക്കാത്ത ആളാണ്. അയാൾക്ക് പഠിച്ച് വളർന്ന് ആ വീടൊന്ന് വലുതാക്കണം എന്നുള്ള ആഗ്രഹമൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ എല്ലാവരോടും പുള്ളി ഭയങ്കര സൗമ്യമായിട്ട് പെരുമാറും. അങ്ങനെയുള്ള ആളെയാണ് അനാവശ്യമായിട്ട് ഉപദ്രവിക്കുന്നത്. ഒരു തെറ്റ്, അതായത് ഒരു നിയമപരമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് അതിൻ്റെ അകത്ത് മോഹൻലാലിന്റെ അച്ഛൻ ചെയ്യുന്നത്. അപ്പൊ അത് കണ്ടിട്ട് അവിടെ ഉണ്ടായിരുന്ന പൊങ്കും അഹങ്കാരവും അധികാരവും ഒക്കെ ഉണ്ടായിരുന്ന ആള് തന്റെ അച്ഛനെ ഉപദ്രവിക്കുന്നത് കണ്ടപ്പോഴാണ് സേതുമാധവൻ എന്ന് പറയുന്ന വ്യക്തിക്ക് അയാളുടെ ലൈഫിനെ കുറിച്ചല്ല ചിന്തിച്ചത്, അയാളുടെ പിന്നെ ഫാമിലിനെ കുറിച്ചല്ല ചിന്തിച്ചത്, തന്റെ പിതാവിനെ പബ്ലിക്കായിട്ട് തല്ലുന്ന ഒരാളെ കണ്ടപ്പോൾ അത് റിയാക്ട് ചെയ്തു പോകുന്ന ഒരാളുടെ അവസ്ഥ, ആ അവസ്ഥയാണ് പുള്ളിയോടെ ഫീൽ ചെയ്യുന്നത്. അവിടെ പുള്ളിക്ക് ഭയങ്കര കിക്ക് ബോക്സറോ അല്ലെങ്കിൽ കരോട്ടക്കാരനോ ഒന്നുമല്ല. അപ്പൊ ആ ഡയറക്ടർ കൃത്യമായിട്ട് ആ ക്യാരക്ടറിനെ അവിടെ എങ്ങനെ പ്ലേസ് ചെയ്യണമെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് ആ ഡയറക്ടറുടെ ഒരു ബുദ്ധി അതിനകത്തുണ്ട്. അപ്പൊ നല്ലൊരു ഡയറക്ടർക്ക് എപ്പോഴും ഈ കഥാപാത്രത്തിന് കൃത്യമായിട്ട് പറഞ്ഞു തരാനുള്ള കഴിവുണ്ട്. ആ കഥാപാത്രത്തിന് എടുക്കുന്ന സീനുകൾ മാത്രമായിരിക്കില്ല, ആ കഥാപാത്രം എവിടുന്ന് ജനിച്ചു, എങ്ങനെ യാത്ര ചെയ്യുന്നു, ആ കഥാപാത്രം ഇപ്പൊ എവിടം വരെ എത്തി നിൽക്കുന്നു എന്നുള്ള ആ കഥാപാത്രത്തിന്റെ എവരി ഡീറ്റെയിൽസ് നമുക്ക് ഇൻഫർമേഷൻ ആയിട്ട് തരുമ്പോൾ അത് ശ്രദ്ധിച്ചിരിക്കാനുള്ള കഴിവ് ഈ പറയുന്ന ആർട്ടിസ്റ്റിനുണ്ട്. ഒരു പ്രധാനമായിട്ട് ഇപ്പൊ ഒരു ആർട്ടിസ്റ്റ് എന്ന് പറയുന്ന നിലയിൽ നമുക്ക് സ്വയം അഹങ്കാരം ഉണ്ടാവുകയും എല്ലാം അറിയാവുന്ന ഒരു ഭാവം ഉണ്ടാവുകയും ചെയ്താൽ നമ്മുടെ ബ്രെയിനിലേക്ക് ഇൻഫർമേഷൻസ് ലോഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ ശരിക്കും നല്ല സ്വഭാവത്തോടു കൂടി, നല്ല സ്വഭാവം എന്ന് വെച്ചാൽ എന്താണ്, നിങ്ങളിപ്പോ ഒരു സംവിധായകൻ എടുക്കുക ചെല്ലുവാന്നുണ്ടെങ്കിൽ ആ സംവിധായകൻ എന്ന് പറയുന്ന ആളെ ടീച്ചറായിട്ട് തന്നെ കാണണം. മനസ്സിലായി? നമ്മൾ ടീച്ചർ എടുക്കാന്നല്ല ഇൻഫർമേഷൻ എടുക്കുന്നത്. അപ്പൊ ഈ ഡയറക്ടർ എടുക്കുകയെന്ന് വേണം നമ്മൾ ടോട്ടൽ ഇൻഫർമേഷൻസുകൾ കളക്ട് ചെയ്യാൻ. അപ്പൊ ഒരു ടീച്ചർ സ്റ്റുഡന്റ് എന്ന് പറയുന്ന ഒരു ക്ലബിങ്ങിൽ നിൽക്കുക, അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പൊസിഷനെയാണ്. അപ്പൊ അല്ലെങ്കിൽ ആ ഭയങ്കര സൗഹൃദം, നല്ല സൗഹൃദം എന്ന് പറയുന്ന ഒരു മൂഡ് ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ ഡയറക്ടർ ടോട്ടൽ ഇൻഫർമേഷൻ ഈ പറയുന്ന ആൾക്ക്, ആർട്ടിസ്റ്റ് എന്ന് പറയുന്ന ആൾക്ക് കൊടുക്കും. ആ ഇൻഫർമേഷൻസുകൾ മനസ്സിലാക്കി ഈ പറയുന്ന ഡയറക്ടറുമായിട്ട് നല്ലൊരു ഡിസ്കഷനിൽ പോയി
ആ ഡയറക്ടറുടെ മനസ്സിൽ എന്തൊക്കെ ആ കഥാപാത്രത്തിനെ കുറിച്ച് പറയാനുണ്ടോ ആ കഥാപാത്രത്തിനെ കുറിച്ച് മൊത്തവും ആഴത്തിൽ മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മളിന്റെ ഉള്ളിൽ അങ്ങനെ ഒരു കഥാപാത്രം രൂപപ്പെടുന്നു. അതിനുശേഷം നമ്മൾ ഒരിക്കലും നമ്മുടെ ക്യാരക്ടറെയും ആ ക്യാരക്ടറെ വെച്ച് കമ്പാരിസൺ ചെയ്യരുത്. പകരം ആ ക്യാരക്ടർ എന്താണെന്ന് മനസ്സിലായിട്ട് ആ ക്യാരക്ടറാണ് നീ എന്ന് സ്വയം ട്രസ്റ്റ് ചെയ്യുക. ഈ ട്രസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നിന്റെ ഉള്ളിലെ ക്യാരക്ടർ പിന്നെ ആ ക്യാരക്ടർ ഡയറക്ടർ പറഞ്ഞിട്ടുള്ള ടോട്ടൽ ഏരിയാസ് ഉണ്ട്. ആ ഏരിയാസുകളെല്ലാം ഇപ്പൊ നീ പോകുന്ന ലൊക്കേഷൻസ് ഒക്കെ ആ പറഞ്ഞ സ്ഥലമാണെന്ന് ട്രസ്റ്റ് ചെയ്യുക. അപ്പൊ ഈ ട്രസ്റ്റ് ആണ് പിന്നീട് അങ്ങോട്ട് പോകുന്നത്. അപ്പൊ നമ്മൾ ഏത് കഥാപാത്രത്തിനെയാണോ അഭിനയിക്കാൻ പോകുന്നത് ആ കഥാപാത്രത്തിനെ വിശ്വസിക്കുക എന്ന് പറയും. ആ ട്രസ്റ്റ് കൃത്യമായിട്ടുണ്ടെങ്കിൽ നിനക്ക് കറക്റ്റ് ആയിട്ട് പെർഫോമൻസ് ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക് യു.